RDR കൺവെൻഷൻ സെന്റർ ഇടപ്പഴഞ്ഞി. ഇവിടെ ഇന്നൊരു കല്യാണത്തിന് എത്തിയതാണ്. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ കല്യാണ ഉണ്ണികളാണെന്ന്. 2025 അവസാനത്തെ കല്യാണം. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാൻ കേട്ടു. കല്യാണ ദിവസം രാവിലെ കല്യാണ വീട്ടിൽ നിന്ന് വിളി വന്നു. കറണ്ടില്ല. ഞങ്ങളാരും ഒരുങ്ങിയില്ല. ഒന്ന് പെട്ടെന്ന് ഓടി വരണേ ഉണ്ണീന്നൊരു വിളി. ഞങ്ങളത് കറണ്ടൊക്കെ റെഡിയാക്കി. എല്ലാവരും റെഡിയാക്കി ബസ്സിൽ കയറി യാത്ര തുടങ്ങി. ശിവഗിരിയിൽ ഉത്സവം നടക്കുകയാണ്. വർക്കല ഹെലിപ്പാഡിൽ MPമാരും മന്ത്രിമാരും വന്നിറങ്ങുന്നു. അത് റോഡ് മൊത്തം ബ്ലോക്കാണ്. ബസ്സിൽ കയറി പാട്ടിട്ടപ്പോൾ പിള്ളേര് മൂടുകളൊക്കെ തുടങ്ങി. ആക്കുളം പാലത്തിനടുത്തുള്ള ഭിത്തിയിൽ ആറ്റിങ്ങൽ കലാപത്തിന്റെ ദൃശ്യാവിഷ്കാരം കണ്ടപ്പോൾ എന്താ അച്ഛാ ആളുകൾ അടികൂടുന്ന പടം വരച്ചിരിക്കുന്നതെന്നൊരു ചോദ്യം. ലുലുമോൾ എത്തിയപ്പോൾ വരികളുടെ താളത്തിൽ വസു ലുലിനെ ഒന്ന് പുകഴ്ത്തി പാടുന്നുണ്ട്. അങ്ങനെ ചെറിയ ആട്ടവും പാട്ടൊക്കെ ഞങ്ങൾ അടിച്ചുകൊടുത്തിൽ എത്തി കേട്ടോ. വന്നപാടെ ആളുകൾ എല്ലാവരും ചായയും വെള്ളവും കൊടുക്കുന്നിടത്തേക്ക് ഓടി. ഇനി മണ്ഡപം വന്ന് കാണുന്ന കരുതി ഞാനും ഒരു ഗ്ലാസ് മോര് വെള്ളം കുടിച്ച് അകത്തേക്ക് കയറി. ഔട്ട്ഡോർ ഡെക്കറേഷനൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡോറും വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. പക്ഷേ കസേര ഇട്ടേക്ക് കണ്ടപ്പോൾ എനിക്ക് വളരെ മോശമായി തോന്നി. കാര്യം പുറകോട്ടിരിക്കുന്നവർക്കൊന്നും കല്യാണം കാണാൻ കഴിയില്ല കേട്ടോ. ചെറുക്കനെ സ്വീകരിക്കാനുള്ള സമയമായി. എൻ്റെ തലയിൽ കാറ്റടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല പരന്തും പറന്നാണെന്ന്. ദാ പറക്കുന്ന പടം പിടുത്തക്കാരൻ. അങ്ങനെ ചെറുക്കനെയും സ്വീകരിച്ച് ഞങ്ങൾ അകത്തേക്ക് കയറി കേട്ടോ. അങ്ങനെ സ്വീകരണവും കഴിഞ്ഞ് ഞങ്ങൾ മണ്ഡപത്തിനകത്ത് കയറിയിരുന്നു. കല്യാണത്തിന് ഇനിയും സമയമുള്ളത് കൊണ്ട് ഉണ്ണാനായി എല്ലാവരെയും വിളിച്ചു തുടങ്ങി. അങ്ങനെ ഞങ്ങളും പോയി. ഇതിൽ നിറയെ കറികളുമായി 2 പപ്പടവും കൂട്ടി. ചോറും കഴിച്ച് 3 കൂട്ടം പായസവും. അവസാനം ദഹനം നിർത്തിയമാകാൻ കുറച്ച് പുളിശ്ശേരിയും രസവും മോരും കൂടി അടിച്ചു. അങ്ങനെ ഇലയും വഴിച്ചടിച്ച് കൈയും കഴുകി പുറത്തിറങ്ങിയപ്പോൾ കല്യാണത്തിന് സമയമായി. മക്കളുടെ കുറച്ച് ഫോട്ടോസും എടുത്തിട്ട് നേരെ മണ്ഡപത്തിൽ കയറി ചെന്നു. മണവാളൻ അനുവിനും മണവാട്ടി മേയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് താലികെട്ടും കണ്ട് ഞങ്ങൾ ആദ്യത്തെ ബസ് തന്നെ തിരിച്ച് ഇറങ്ങാൻ പുറപ്പെട്ടു. ഇപ്പോൾ പുറപ്പെട്ടാലേ അത്താഴത്തിന് മുന്നേ വീട്ടിലെത്തിയുള്ളൂ. അപ്പോൾ ശരിയല്ല.